രാവിലെ 7 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കുള്ള തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടി ഇടാൻ പോലും സത്യം പറഞ്ഞ സ്ഥലമില്ല. ഞാൻ വണ്ടി അങ്ങ് ഒരുപാട് പിറകിലോട്ടാണ് വണ്ടി എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം നടക്കുവാണ് കേട്ടോ അങ്ങോട്ടേക്ക്. ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നലെ 350 രൂപ തന്നെ എന്നൊരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ട്വിസ്റ്റ് എന്താണ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുക. ഞാൻ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഈ തിരക്ക് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പിറകിലോട്ട് പോയിട്ടാണ് ഞാനാണെങ്കിൽ കാർ ആക്ച്വലി പാർക്ക് ചെയ്തത്. കണ്ടില്ലേ, ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ നല്ലൊരു കാഴ്ചയായിരുന്നു. ഇനി തിരക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രാവിലെ കണ്ണ് തള്ളിപ്പോയി വന്ന് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട്. ഇതാ കണ്ടോ, ഇത്രയും ആൾക്കാർ ഈ മീൻ വാങ്ങാൻ വേണ്ടി വന്ന് കിടക്കുന്നതാണ്. ഇതിനകത്ത് കച്ചവടക്കാരും ഉണ്ട്, അല്ലാതുള്ള വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഫ്രഷ് മീൻ കിട്ടും, അല്ലാതെ ലാഭം എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ലാഭം ഉണ്ടായിരിക്കും, പക്ഷേ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അത് ലാഭകരമായിട്ട് വാങ്ങാറുണ്ട്. അതുവരെ പറ്റിക്കപ്പെടുമായിരിക്കും. അപ്പോൾ നോക്കട്ടെ. എന്തായാലും ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും ഒന്ന് രണ്ടുപേര് സംസാരിക്കുന്നതനുസരിച്ച് നെത്തോലി ഭയങ്കര ലാഭത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. നെത്തോലി ഒരു കുട്ട നെത്തോലിക്ക് 350 രൂപയോ എന്തേ വില ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പെയ്യ നോക്കട്ടെ. ഈ ബോട്ടിൽ നിന്നൊക്കെ ലേലം വിളിച്ച് വിൽക്കുന്നിടത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഈ ചേച്ചിമാർ ആക്ച്വലി 2 സൈഡിലുമായിട്ട് ഇരുന്നിട്ട് മീൻ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്ന ആവശ്യത്തിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അങ്ങോട്ട്.